ഞായറാഴ്ചയാണ്, കടമുള്ള ദിവസമാണ്, ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള 50 നോമ്പിൻ്റെ തുടക്കവുമാണ്. ഈ നല്ല ദിവസത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു വിവാദ പുരുഷനായ PC ജോർജിൻ്റെ സംഭവബഹുലവും സംഘർഷപൂരിതവുമായ രാഷ്ട്രീയ ജീവിതമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ മുൻനിർത്തിയുള്ള ആദ്യത്തെ എപ്പിസോഡാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ഞായറാഴ്ച ഇതുപോലെ സമയത്ത് കാണാം. നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ദേശീയ രാഷ്ട്രീയത്തിലെ വിവാദ പുരുഷന്മാരായിരുന്ന VD സവർക്കറെക്കുറിച്ചും മുഹമ്മദ് അലി ജിന്നയെക്കുറിച്ചും പരാമർശിച്ചു. അത് രണ്ടിനും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ആ സ്വീകരണം ഈ PC ജോർജിനെ കുറിച്ചുള്ള എപ്പിസോഡിനും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വെച്ച് ഏറ്റവും ഗംഭീരനായ ഒരു വിവാദ പുരുഷനാണ് PC ജോർജ്. ആ കാര്യത്തിൽ ആർക്കും സംശയത്തിന് അവകാശം ഉണ്ടാവില്ല. PC എതിർക്കുന്നവരും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ആ കാര്യം സമ്മതിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും അത് ബോധ്യമാകും എന്ന് ഞാൻ വിചാരിക്കും. ആരാണ് ഈ PC ജോർജ് എന്ന് ചോദിച്ചാൽ, അത് കോട്ടയം ജില്ലയിൽ അരുവിത്തുറ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സ്ഥലത്തെ ഒരു വലിയ അബ്കാരി കോൺട്രാക്ടറാണ്. പാലായിൽ മണർകാട് പാപ്പൻ എന്ന് പറഞ്ഞ പോലെയായിരുന്നു. ഇദ്ദേഹം റേഞ്ച് അടച്ച് ചാരായ ഷാപ്പുകളും കള്ള് ഷാപ്പുകളുമൊക്കെ ലേലത്തിൽ പിടിച്ച് നല്ല രീതിയിൽ വ്യാപാരം നടത്തിയിരുന്ന ഒരു മദ്യ മുതലാളിയായിരുന്നു. പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചൻ. ഈ ചാക്കോച്ചൻ്റെ രണ്ടാമത്തെ മകനാണ് ജോർജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുവിത്തുറയുടെ ഒരു പ്രത്യേകത, അവിടെ ഒരു വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഇനി ഈരാറ്റുപേട്ട എന്നൊരു പേരുണ്ട്. അരുവിത്തുറ എന്ന പേര് അവിടെ ഒരു പ്രസിദ്ധമായ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. സുറിയാനി കത്തോലിക്കരുടെ ആരാധനാമൂർത്തിയായ സെൻറ്റ് ജോർജിൻ്റെ പള്ളിയാണ്, വിശുദ്ധ ഗീവർഗീസ് സഹദ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ ജോർജ് എന്ന് പേരിട്ടത് എന്ന് ഞാൻ വിചാരിക്കും. സെൻറ്റ് ജോർജിൻ്റെ പള്ളിയുണ്ട്. അരുവിത്തുറ വല്യച്ഛൻ എന്നാണ് ഇദ്ദേഹത്തെ ഈ ഗീവർഗീസ് സഹദായെ നാട്ടുകാരായ വിശ്വാസികൾ വിളിക്കുന്നത്. അവിടെ ഇതൊരു പ്രത്യേകത, ഈ സെൻറ്റ് ജോർജിൻ്റെ മറ്റെല്ലാ സ്ഥലത്തെയും പ്രതിഷ്ഠ കിഴക്കോട്ട് തിരിഞ്ഞാണ്. പക്ഷേ അരുവിത്തുറയിൽ അത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് എന്നുള്ളതാണ്. അങ്ങനെ അരുവിത്തുറ വല്യച്ഛൻ്റെ പള്ളിയുമായി ചേർന്നിട്ട് അവിടെ തന്നെ സെൻറ്റ് ജോർജ് ഹൈസ്കൂളുണ്ട്. അതിൻ്റെ അപ്പുറത്ത് സെൻറ്റ് ജോർജ് കോളേജുണ്ട്. അവിടെയാണ് ജോർജിൻ്റെ വിദ്യാഭ്യാസം ഉണ്ടായത്. അദ്ദേഹം പ്രീ ഡിഗ്രി പാസ്സായത് അരുവിത്തുറ സെൻറ്റ് ജോർജ് കോളേജിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിച്ചത് എറണാകുളത്ത് തേവര SH കോളേജിലാണ്, സേക്രഡ് ഹാർട്ട് കോളേജ്. അത് CMIക്കാർ നടത്തുന്നതാണ്. ഇപ്പോഴത്തെ SH കോളേജല്ല, അന്നത്തെ SH കോളേജ്. അന്ന് ആൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഐച്ഛിക വിഷയം ഫിസിക്സ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ കെമിസ്ട്രി അധ്യാപകനായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു വിവാദ പുരുഷനായ പ്രൊഫസർ KV തോമസ്. ഏതായാലും കോളേജിൽ പഠിക്കുന്ന കാലത്ത് വലിയ രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് KSCയുടെ ഒരു അനുഭാവിയോ അല്ലെങ്കിൽ ചെറിയ പ്രവർത്തകനോ മാത്രമായിരുന്നു. അതിൻ്റെ ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒന്നും പ്രവർത്തിക്കുകയോ ഭാരവാഹിയാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്ഥലത്തെ ഒരു കാശുകാരൻ്റെ മകൻ എന്ന ഒരു വിനയത്തോടുകൂടി PC ജോർജ് തേവര കോളേജിൽ പഠിച്ചു. അവിടെ നിന്ന് പിന്നീട് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 1979 കേരള കോൺഗ്രസ് പിളർന്നതിന് ശേഷമാണ്. 79 മാണി ജോസഫ് തമ്മിലുള്ള പിളർപ്പുണ്ടാകുന്നത്. അതിനുശേഷമാണ് ഇദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ വരുന്നത്. ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു സ്ഥലത്തെ ഒരു നേതാവായിട്ടാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 1980 ജനുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ സിറ്റിംഗ് MLA പ്രൊഫസർ VJ ജോസഫാണ് മത്സരിക്കുന്നത്, മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. VJ ജോസഫ് അന്ന് പാലാ മെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണ്. അപ്പോൾ ആ നിലയ്ക്ക് പള്ളിക്കാരുടെ, കന്യാസ്ത്രീകളുടെ, അച്ഛന്മാരുടെ ഒക്കെ വോട്ട് പോയത് ഈ അധ്യാപകനാണ്. നമ്മുടെ പാലാ കോളേജിലെ പൊളിറ്റിക്സ് അധ്യാപകനായിരുന്ന പ്രൊഫസർ VJ ജോസഫിനാണ്. പക്ഷേ നല്ലവരായ നാട്ടുകാരുടെ വോട്ട് അധികം കിട്ടിയത് PC ജോർജിനാണ്. അതുകൊണ്ട് 1000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വിജയിച്ചു, നിയമസഭാംഗമായി. 1980 നിയമസഭയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം ചെറുപ്പക്കാരായ MLA മാർ വന്നു കയറിയ ഒരു സഭയായിരുന്നു അത്. അതിന് മുമ്പോ അതിന് ശേഷമോ അത്ര അധികം യുവാക്കൾക്ക് പ്രാതിനിധ്യം ഒരിക്കലും കിട്ടിയിട്ടില്ല. അധികം പേരും കോൺഗ്രസ്സിലെ ആൻ്റണി ഗ്രൂപ്പുകാരായിരുന്നു. എന്ന് വെച്ചാൽ മറ്റു പാർട്ടികളും മോശമായിരുന്നില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പർ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള തോമസ് കല്ലമ്പള്ളിയായിരുന്നു. കല്ലമ്പള്ളിയേക്കാൾ കഷ്ടിച്ച് ഒരു വയസ്സേ PC ജോർജിന് കൂടുതലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം കല്യാണം പോലും കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവിവാഹിതനും ചെറുപ്പക്കാരനുമായ PC ജോർജ് വലത്തെ കാലം വെച്ച് കേരള നിയമസഭയിൽ പ്രവേശിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് യുവാക്കളുണ്ടായിരുന്നു. പക്ഷേ PC ജോർജ് വളരെ പെട്ടെന്ന് തന്നെ നിയമസഭയിൽ ഒരു താരമായിട്ട് മാറി. കാരണം
അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണിയെക്കുറിച്ച് വളരെ പരുഷമായ ഭാഷയിലാണ് പി സി ജോർജ് സംസാരിക്കുന്നത്. ഇതിനെ ഒരു പ്രതിവിധി എന്ന രീതിയിൽ മാണി സാറ് വേറൊരു വേല വെച്ചു. അരുവിത്തുറയിൽ തന്നെയുള്ള ഏതോ ഒരു യുവതിയെ കൊണ്ട് പുള്ളി പാലാ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുപ്പിച്ചു. അവരുടെ ആരോപണം എന്ന് വെച്ചാൽ 8-9 വയസ്സ് പ്രായമുള്ള അവരുടെ പെൺകുഞ്ഞിൻ്റെ പിതൃത്വം പി സി ജോർജിനാണ്. അതുകൊണ്ട് ജോർജ് ഈ കുഞ്ഞിന് ചെലവിന് കൊടുക്കണം എന്നുമായിരുന്നു. ഈ സുപ്രധാനമായ വാർത്ത കേരളത്തിലെ മലയാള മനോരമ, മാതൃഭൂമി, ദീപിക മുതലായ പത്രങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചില്ല. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന തനിനിറം എന്നൊരു പത്രത്തിൽ മാത്രമാണ് വാർത്ത വന്നത്. അതിൽ ആ സ്ത്രീയുടെയും കുട്ടിയുടെയും പടം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പി സി ജോർജിനെതിരെ ഇങ്ങനെ ഒരു സ്ത്രീ കേസ് കൊടുത്തു എന്നുള്ളതായിരുന്നു വാർത്ത. പിറ്റേ ദിവസം ദേശാഭിമാനി അത് ഏറ്റുപിടിച്ചു. പി സി ജോർജിനെതിരെ കേസ് എന്നൊക്കെ പറഞ്ഞു. ഫോട്ടോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 പത്രത്തിനപ്പുറത്തേക്ക് ആരും തന്നെ ഇത് ഏറ്റുപിടിച്ചില്ല. എന്ന് വെച്ചാൽ മാണി സാർ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല, നമുക്കറിയാമല്ലോ. പുള്ളിയുടെ ഒരു അടുപ്പക്കാരനായ MLA, മാണി ഗ്രൂപ്പുകാരനായ ഒരു MLAയുടെ പേര് എന്നോട് പറയുന്നില്ല, ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു. സാർ, ഈ പി സി ജോർജിനെതിരായിട്ടൊരു സ്ത്രീ കേസ് കൊടുത്തിരിക്കുകയാണ് സാർ എന്ന് പറയുമ്പോൾ പി സി ജോർജ് എഴുന്നേറ്റ് നിന്നിട്ട്, പിന്നെ കെ എം മാണിയുടെ കണ്ണും ഓ ലൂക്കോസിൻ്റെ മൂക്കുമുള്ള കൊച്ചിന് ഞാൻ അതിനാ ചെലവിന് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അത് കേട്ടിട്ട് ഈ CD ഹാജിയും MV രാഘവനും പറഞ്ഞ് ഞെട്ടിപ്പോയി. സ്പീക്കർ AP കുര്യൻ നടുക്കിപ്പോയി. അദ്ദേഹം വളരെ കാലത്ത് നിയമസഭാ പരിചയമുള്ള ആളാണ്. പക്ഷേ ഇത്ര ഗംഭീരമായ ഒരു തിരിച്ചടി കുര്യൻ സഖാവ് കേട്ടിട്ടില്ല, MV രാഘവനോ അല്ലെങ്കിൽ CD ഹാജിയോ പോലും കേട്ടിരുന്നില്ല. അപ്പോഴാണ് സത്യത്തിൽ കേരള നിയമസഭ പി സി ജോർജ് എന്ന് പറഞ്ഞ പ്രതിഭയെ തിരിച്ചറിഞ്ഞത്. എന്ന് വെച്ചാൽ നിയമസഭയ്ക്ക് പുറത്തും ജോർജ് മോശക്കാരനൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊക്കോയുടെ തറവില 5 രൂപയായിട്ട് ഗൗരിയമ്മ നിജപ്പെടുത്തിയത്. അവരായിരുന്നു കൃഷിമന്ത്രി. അതിനെതിരെ പി സി ജോർജ് കോട്ടയം കളക്ടറേറ്റിന് മുമ്പിൽ ഒരു വലിയ നിരാഹാര സമരം നടത്തി. ഈ 6-ാം ദിവസം ഗൗരിയമ്മ കൊക്കോയുടെ തറവില 1 രൂപ വർദ്ധിപ്പിച്ചു. 5 രൂപ എന്നുള്ള 6 രൂപയ്ക്ക്. അതേ തുടർന്ന് സമരം വിജയിച്ചു. വലിയ ഹാരാർപ്പണത്തോടുകൂടി പി സി ജോർജിനെ കോട്ടയം നഗരത്തിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് കിടന്ന് ജോസഫ് ഗ്രൂപ്പുകാർ വിജയം ആഘോഷിച്ചു. പി സി ജോർജിൻ്റെ നിരാഹാര സമരമല്ല, നിശാഹാര സമരമായിരുന്നു എന്ന് മാണി ഗ്രൂപ്പുകാർ പിന്നീട് ആരോപിച്ചു. ഇദ്ദേഹം കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം. പി സി ജോർജ് ആ ആരോപണം അന്നും നിഷേധിച്ചിട്ടില്ല, ഇന്നും നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വേറെ എന്ത് ചെയ്യാം, പക്ഷേ വിശപ്പ് സഹിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. വിശപ്പ് സഹിച്ചിട്ടുള്ള യാതൊരു സമരത്തിനും ഇനി മേലിൽ താൻ പങ്കെടുക്കുന്നതല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് മുല്ലപ്പെരിയാറിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ പോലും കെ എം മാണി, പി ജോസഫ് ഒക്കെ ഉപവാസം നടത്തിയപ്പോഴും പി സി ജോർജ് അതിനെ കൂട്ടാക്കിയില്ല. പി സിയോട് TV അവതാരകനായ MV നികേഷ് കുമാർ ചോദിച്ചു, ശ്രീ പി സി ജോർജ്, താങ്കൾ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല? ആ ചർച്ചയിൽ ഞാനുണ്ട്. പി സി പറഞ്ഞു, എൻ്റെ പൊന്ന് നികേഷ്, ഈ ഉപവാസ സമരം എന്ന് പറയുന്നത് ഞാൻ 1981 നിർത്തിയതാണ്. വേറെ എന്നാ വേണമെങ്കിലും ചെയ്യാം, ഞാൻ അതിന് ഇല്ല. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനി പി സി ജോർജ് ഉപവസിക്കാത്തതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുവാന്നൊക്കെ അങ്ങ് പൊട്ടട്ടെ. അതാണ് പി സി. ഏതായാലും അദ്ദേഹം അതോടെ ഉപവാസ സമരം അവസാനിപ്പിച്ചു. നിരാഹാരമായാലും നിശാഹാരമായാലും ആ പരിപാടിക്ക് ഞാനില്ല എന്ന് പ്രഖ്യാപിച്ചു. ഈ കെ നായനാരുടെ സർക്കാർ അധികം നാൾ നീണ്ടുന്നില്ല. 1980 ജനുവരിയിൽ അധികാരത്തിൽ വന്ന സർക്കാർ ഏതാണ്ട് 81 ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും ചരിത്രത്തിൻ്റെ ഭാഗമായി. അതിനെ തുടർന്ന് മാണി ഗ്രൂപ്പും UDFിലേക്ക് വന്നു. അപ്പോൾ രണ്ടുപേരും ഒരു ഭാഗത്തായി. പിന്നെ പി സി ജോർജിന് തെറി വിളിക്കാനോ മുണ്ടുനോക്കി കാണിക്കാനോ ഒരാളെ കിട്ടാത്ത ഒരു ദുസ്ഥിതി ഉണ്ടായി. 1982 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പൂഞ്ഞാറിൽ വീണ്ടും മത്സരിച്ചു. കൂടിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 87 വരെ നിയമസഭാ അംഗമായിട്ട് തുടർന്നു. 87 തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് തോറ്റുപോയി. അന്ന് മൊത്തത്തിൽ ഒരു വലിയ ഇടതുപക്ഷ തരംഗമായിരുന്നു. പിന്നെ മാണി ഗ്രൂപ്പുകാർ ഇദ്ദേഹത്തെ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ കാല് വരയിച്ചു. മാണി ഗ്രൂപ്പ് എതിർഭാഗത്താണ് നിന്നെങ്കിൽ പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. മാണി ഗ്രൂപ്പുകാർ സ്വന്തം മുന്നണിക്കാരനും ജോസഫ് ഗ്രൂപ്പുകാരനുമായ പി സി ജോർജിനെ വളരെ ഡീസൻ്റായിട്ട് വാരി. അങ്ങനെ അദ്ദേഹം പൂഞ്ഞാറിൽ പരാജിതനായി. അദ്ദേഹത്തെ തോൽപ്പിച്ചത് ആ മന്ത്രിസഭയിൽ മന്ത്രിയായി തീർന്ന, വനം വകുപ്പ് മന്ത്രിയായി തീർന്ന പ്രൊഫസർ NM ജോസഫായിരുന്നു. 1989 ജോസഫ് ഗ്രൂപ്പ് ഈ മൂവാറ്റുപുഴ സീറ്റിനെ ചൊല്ലി കലഹിച്ച് UDF വിട്ട് പുറത്തുപോയി. PJ ജോസഫ് അവിടെ സ്വതന്ത്രമായിട്ടല്ല, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുന്നണിയുടെ പിൻബലമില്ലാതെ മത്സരിച്ചു. വളരെ മാന്യമായിട്ട് തോറ്റു. അതേ തുടർന്ന് ജോസഫ് ഗ്രൂപ്പ് ഇടതു മുന്നണിയിലേക്ക് മാറി. 91 തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയാണ്. പി സി ജോർജ് വീണ്ടും പൂഞ്ഞാറിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ സീറ്റ് കിട്ടിയില്ല. കാരണം
ജനതാ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. പ്രൊഫസർ എൻ എം ജോസഫിന് സീറ്റ് കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചു, മുന്നണി തീരുമാനിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? പി സി ജോർജ് പറഞ്ഞു സീറ്റ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, സീറ്റ് തന്നില്ലെങ്കിൽ അതിൻ്റെ വിവരം അറിയും എന്ന് പറഞ്ഞു. വിവരം അറിഞ്ഞു എന്നുള്ളത് സത്യമാണ്. 91 തെരഞ്ഞെടുപ്പിൽ ഒന്നാമത് രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ചതിൻ്റെ സഹതാപ തരംഗമായിരുന്നു. രണ്ടാമത് പി സി ജോർജിൻ്റെ ആളുകൾ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എൻ എം ജോസഫിന് പണി കൊടുത്തു. അങ്ങനെ എൻ എം ജോസഫ് തോറ്റു. ആ സീറ്റ് പിന്നെ ഓപ്പണായി. അങ്ങനെ 96 തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്കും പി സി ജോർജിന് വീണ്ടും പൂഞ്ഞാറിൽ മത്സരിക്കാം എന്ന അവസ്ഥയുണ്ടായി. 96 ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പി സി ജോർജ് വീണ്ടും പൂഞ്ഞാറിൽ മത്സരിച്ചു. ജോസഫ് ഗ്രൂപ്പിന് 6 MLA-മാരുണ്ടായി. അതിലൊരാൾ പി സി ജോർജായിരുന്നു. പി ജെ ജോസഫ് അന്ന് നയനാരുടെ മന്ത്രിസഭയിൽ മന്ത്രിയായി. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ പൊതുമരാമത്തും വിദ്യാഭ്യാസവുമായിരുന്നു. അതുകൂടാതെ ഭവന നിർമ്മാണവും ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ കൊള്ളാവുന്നതിലധികം സീറ്റുകളോടുമായിട്ടാണ് പി ജോസഫ് മന്ത്രിസഭയിലേക്ക് വരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ പാർട്ടിയിലെ നേതാക്കന്മാർ വീതം വച്ച് ഒരു ഏരിയ തിരിച്ച് വിഭവ സമാഹരണത്തിന് വേണ്ടി ഉപയോഗിച്ചു. പ്രത്യേകിച്ച് ഈ ഹയർ സെക്കൻഡറി കോഴ്സുകൾ സ്കൂളിലേക്ക് മാറ്റി +2 അനുവദിക്കുകയും ചെയ്തപ്പോൾ +2 അനുവദിക്കുന്നതിന് ജോസഫ് ഗ്രൂപ്പിലെ ഓരോ നേതാവും പി ജോസഫ് അല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരോരോരുത്തരും ഏരിയ തിരിച്ച് പണം പിരിച്ചു. അങ്ങനെ വലിയ ഫണ്ട് ഇവരുണ്ടാക്കി. അത് പാർട്ടിക്കും പി ജോസഫിന് തന്നെ വലിയ ചീത്തപ്പേരുണ്ടാക്കി. ഈ +2 ആണ് അദ്ദേഹത്തെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. 2001 തെരഞ്ഞെടുപ്പിൽ പൊതുവെ UDF അനുകൂലമായ തരംഗമായിരുന്നു. 99-1 100 സീറ്റ് UDF കിട്ടി. വെറും 40 സീറ്റാണ് LDF കിട്ടിയത്. ആ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ പി ജെ ജോസഫ് തൊടുപുഴ മത്സരിച്ച് തോറ്റുപോയി. പി ജോസഫിനെ തോൽപ്പിച്ചത് PT തോമസ് ആയിരുന്നു. പി ജെ ജോസഫ് പോലും തോറ്റ ആ തെരഞ്ഞെടുപ്പിലും പി സി ജോർജ് പൂഞ്ഞാറിൽ മത്സരിച്ച് ജയിച്ചു. പി സിക്ക് തരക്കേടില്ലാത്ത ഭൂരിപക്ഷവും ഉണ്ട്. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് 2 പേരെ ജയിച്ചുള്ളൂ. ഒന്ന് ഡോക്ടർ KC ജോസഫ് കുട്ടനാട്ടിലും, മറ്റേത് പി സി ജോർജ് പൂഞ്ഞാറിലും മാത്രമായിരുന്നു. ഈ 40-ൽ 2 പേർ ജോസഫ് ഗ്രൂപ്പുകാരാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും പാർട്ടിക്കകത്ത് ഭയങ്കര അഭിപ്രായ വ്യത്യാസമായി. കാരണം പണം പിരിച്ചതിനെക്കുറിച്ച്, പണം പുട്ടടിച്ചതിനെക്കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങളുണ്ടായി. പി ജോസഫ് തൊടുപുഴ തോറ്റതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടായി. ആകെ പ്രശ്നമായി. ആ സമയത്താണ് പാർട്ടി പിളരുന്നത്. ജോസഫ് ഗ്രൂപ്പ് 2ആയി പിളരുന്നു. നമ്മുടെ TS ജോൺ, അതുപോലെ ഈപ്പൻ വർഗീസ്, പി സി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് സെക്കുലർ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായി. അതുവരെ കേരള കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടിയാണെന്നാണ് CPM-കാരടക്കം വിശ്വസിച്ചത്. പക്ഷേ അങ്ങനെ ഒരു വർഗീയ പാർട്ടിയാണെന്ന് ആളുകൾ ധരിച്ചിരുന്ന, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിരുന്ന കേരള കോൺഗ്രസ് പിളർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ഒരു മതേതര പാർട്ടി രൂപം കൊണ്ടു. ആ പാർട്ടിയുടെ പേരാണ് കേരള കോൺഗ്രസ് സെക്കുലർ. സെക്കുലറിൻ്റെ ചെയർമാൻ ഈപ്പൻ വർഗീസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അധികം വൈകുന്നതിന് മുമ്പ് ഈ TS ജോൺ രാഷ്ട്രീയത്തിൽ നിർജ്ജീവമാകുകയും ഈപ്പൻ വർഗീസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് തിരിച്ചു പോയി. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം. പി സി ജോർജ് ഏറെക്കുറെ ഒറ്റപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആരാധകരും അനുയായികളും മാത്രമായി. എന്ന് വെച്ചാൽ ജോർജ് അങ്ങനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവക്കാരനല്ല, അത് നമുക്കറിയാമല്ലോ. ഈ 2001 VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാണ്. VSൻ്റെ ഒരാളായിട്ട്, ഒരു പ്രധാന ഇറത്തായിട്ട് പി സി ജോർജ് മാറി. അദ്ദേഹം പൊതുവേദികളിലൊക്കെ VS അച്യുതാനന്ദനെ പ്രശംസിക്കാൻ തുടങ്ങി. ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിലേക്ക് വലിയൊരു മേക്ക് ഓവർ ഉണ്ടാകുന്നത്. കേരളത്തിൽ അതിനു മുമ്പും അതിന് ശേഷവും പല പ്രതിപക്ഷ നേതാക്കളും ഉണ്ടായിട്ടുണ്ടെങ്കിലും VSൻ്റെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല. അങ്ങനെ VSൻ്റെ ഒരു മേക്ക് ഓവർ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വലം കൈയായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൂടെ പത്രോസ് ലീഹ എന്ന് പറഞ്ഞ പോലെ നിന്ന ആളാണ് പി സി ജോർജ്. VS അച്യുതാനന്ദൻ മതികെട്ടാൻ ജോലയിൽ പോയപ്പോൾ കൂടെ പി സി ജോർജ് ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ പൂമാലയിൽ പോയപ്പോൾ അപ്പോഴും പി സി ജോർജ് ഉണ്ടായിരുന്നു. VS പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഉറക്കെ പറയുന്ന ജോലി പി സി ഏറ്റെടുത്തു. അങ്ങനെ CPM-ലെ വിഭാഗീയതയുടെ കാലത്ത് VSൻ്റെ ഒരു വത്സല ശിഷ്യനും പിണറായി വിജയൻ്റെ കണ്ണിലെ കരടുമായിട്ട് പി സി ജോർജ് മാറി. അതിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടിട്ട് വന്നു എന്നുള്ളത് ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ തെളിയിക്കും. ഏതായാലും 2006 തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് വീണ്ടും പൂഞ്ഞാറിൽ മത്സരിക്കുന്നു. സെക്കുലർ പാർട്ടിയുടെ ഏക സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം വിജയിക്കും. പി ജെ ജോസഫിൻ്റെ പാർട്ടിയും ഇടതു മുന്നണി തന്നെ ഉണ്ട്. അവർക്ക് 4 MLA-മാരുണ്ടാകുന്നു. പി ജെ ജോസഫ്, TU കുരുവിള, മോൻസ് ജോസഫ്, സുരേന്ദ്രൻപിള്ള. അങ്ങനെ 4 പേര് ആ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ജോസഫ് ഗ്രൂപ്പ് വരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുന്നു. ജോർജ് മന്ത്രിസ്ഥാനത്തേക്ക് ക്ലെയിം ഒന്നും ഉന്നയിച്ചാലും പിണറായി വിജയൻ കൊടുക്കുമായിരുന്നില്ല. പി ജെ ജോസഫ് മന്ത്രിയാവും. പി ജെ ജോസഫ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആ മന്ത്രിയായി അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ വിമാനവും യാത്രയുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടാകും.
ആ ഓണക്കാലത്ത് പി ജെ ജോസഫ് രാജിവെക്കുന്നു. പി ജെ ജോസഫ് രാജിവെച്ച സ്ഥലത്ത് ടി യു കുരുവിള മന്ത്രിയാവും. കുരുവിള മന്ത്രിസ്ഥാനത്ത് എത്തി ഏകദേശം ഒരു കൊല്ലാറാവുമ്പോഴത്തേക്കും അടുത്ത ഓണക്കാലത്ത് കുരുവിളക്കെതിരായ ആരോപണങ്ങൾ വരുന്നു. കെ ജി അബ്രഹാം എന്നു പേരുള്ള ഒരു പ്രവാസി വ്യവസായിയുമായിട്ട് വസ്തു വിൽക്കുന്നതുമായും ഒരു കരാർ കുരുവിള ഉണ്ടാക്കിയത്. പിന്നീട് കുരുവിളയ്ക്ക് നഷ്ടം വരും എന്ന ഘട്ടത്തിൽ അത് സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു അനധികൃതമായ ലാഭം നേടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. കെ ജി അബ്രഹാം തന്നെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് ശോഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കടലാസുകൾ കംപ്ലീറ്റ് പി സി ജോർജിൻ്റെ കയ്യിൽ കൊടുത്തു. ജോർജ് അത് വെച്ച് അഴിമതി ആരോപണം ഉന്നയിച്ചു. ഇടതുമുന്നണിയിൽ അംഗമായിരിക്കുമ്പോൾ, ഇടതുമുന്നണി എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ ഇടതുമുന്നണിയിലെ മന്ത്രിയായ ടി യു കുരുവിളക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആരോപണം വെറും ആരോപണമൊന്നുമല്ല, എന്താണ്, പൂർണ്ണമായിട്ടും രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ടി യു കുരുവിള ആകെ പ്രതിരോധത്തിലായി. അച്യുതാനന്ദനെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ലിസി ജേക്കബിനെ ഏൽപ്പിച്ചു. ലിസി ജേക്കബ് രേഖകളെല്ലാം പരിശോധിച്ചു. കുരുവിളയുടെ നടപടി ശരിയല്ല എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അത് കിട്ടിയ ഉടനെ കുരുവിള രാജിവെക്കേണ്ടതായിട്ട് കൊടുത്തു. ആ സമയത്ത് പക്ഷേ ഈ ഇടതുമുന്നണി യോഗം ചേർന്ന് വേറെ കാര്യം കൂടി തീരുമാനിച്ചു. കുരുവിള രാജിവെച്ച വേക്കൻസിയിൽ മോറിസ് ജോസഫിനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ഇടതുമുന്നണിക്കകത്ത് നിന്ന് ഇരിക്കുന്ന കൊമ്പ് മുറിച്ച പി സി ജോർജിനെ മുന്നണിയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പി സി ജോർജ് വഴിയാധാരായി. പുള്ളി എൽ ഡി എഫിലും ഇല്ല, യു ഡി എഫിലും ഇല്ല. ആ സമയത്ത് പി സി ജോർജാണല്ലോ അത് കെ എം മാണിയുമായിട്ട് നെഗോഷിയേറ്റ്. കെ എം മാണി അതുവരെ ജോർജ് പറഞ്ഞ എല്ലാ തെറിയും വിസ്മരിക്കാൻ തയ്യാറായി. അത് കെ എം മാണിയെപ്പോലെ ഇത്ര ഹൃദയവിശാലതയുള്ളൊരു നേതാവ് അതിന് മുമ്പ് ഉണ്ടായി കാണില്ല. മാണി സാറ് വിശാല ഹൃദയനാണ്. അദ്ദേഹം ജോർജിനോട് ക്ഷമിച്ചു. ജോർജ് മാണി സാർ അതുവരെ ചെയ്ത ആ തൊട്ടിത്തരങ്ങളെല്ലാം ക്ഷമിച്ചു. അതുപോലെ ക്ഷമിച്ചായിട്ട് ഭാവിച്ചു. അങ്ങനെ ആ ഒരു ഒറ്റ കരളായി. കുറച്ചുകൂടി ചെന്നപ്പോൾ വേറൊരു സംഭവം ഉണ്ടായി. 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയുണ്ടായി. ജോസഫ് ഗ്രൂപ്പിൻ്റെ ഏക സ്ഥാനാർത്ഥിയായിരുന്ന ഫ്രാൻസിസ് ജോർജ് തോറ്റു. അതോടെ പി ജോസഫിന് വീണ്ടും വിചാരമുണ്ടായി. മാത്രമല്ല മെത്രാന്മാരും അദ്ദേഹത്തിൻ്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ മെത്രാന്മാരുടെ സമ്മർദ്ദവും കുടുംബാംഗങ്ങളുടെ സമ്മർദ്ദം എല്ലാം കൂടി ആയപ്പോൾ പി ജോസഫ് ഇടതുമുന്നണി വിടാൻ തീരുമാനിച്ചു. അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് യു ഡി എഫിലേക്ക് തിരിച്ചു വന്നു. യു ഡി എഫിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ ഭയങ്കരമായിട്ട് എതിർത്തു. ഈ കുലംകുത്തിയെ ഇവിടെ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും ചിലവായില്ല. കാരണം മെത്രാന്മാർ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അങ്ങനെ മാണി ഗ്രൂപ്പിൽ പി ജോസഫ് കൂടി ലയിച്ചു. അങ്ങനെ 3 പേരും ഒരു പാർട്ടിയിലായി. പി ജോസഫ്, കെ എം മാണി, പി സി ജോർജ്. അങ്ങനെ ഏകീകൃത കേരള കോൺഗ്രസ് ഉണ്ടായി. അതിൽ ചേരാനായിട്ട് ടി എൻ ജേക്കബിൻ്റെ പാർട്ടി കൂട്ടാക്കിയില്ല, ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയും കൂട്ടാക്കിയില്ല. പക്ഷേ ഈ 3 ഗ്രൂപ്പ് കൂടി ചേർന്ന ഒരു ഏകീകൃത കേരള കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടാണ് ഇവർ 2011 തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. 2011 തെരഞ്ഞെടുപ്പിലാണ് പി സി ജോർജ് പൂഞ്ഞാറിൽ നിന്ന് ജയിച്ച് കേരളത്തിൽ ചീഫ് വിപ്പായിട്ട് മാറിയത്. ഇപ്പോൾ ചീഫ് വിപ്പായതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പരാക്രമങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ തീരുകയില്ല. അത് അടുത്ത ഞായറാഴ്ച ഇതേ സമയത്ത് ബാക്കി കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.